സെക്കൻഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2022 സൈക്കോളജിയുടെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ആൻഡ് പ്രോബബിലിറ്റി തിയറിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്കാറ്റർ ഡയഗ്രാം? A scatter diagram is a graphical method of studying correlation. In this method, the x values are marked along the x-axis and y values are marked along the y-axis. The points corresponding to the pair of values x, y are plotted in the graph. The distribution of the points in the graph will give us an idea about the correlation. അപ്പോൾ കോറിലേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിനെയും വൈയിനെയും ഗ്രാഫിക്കൽ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. എക്സ് ആക്സിസിലാണ് നമ്മൾ എക്സ് വാല്യൂസിനെ മാർക്ക് ചെയ്യുന്നത്, വൈ ആക്സിസിൽ വൈ വാല്യൂസിനെ മാർക്ക് ചെയ്യുന്നു. ഓരോ പെയർ ഓഫ് വാല്യൂസിനെയും നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫിലെ പോയിൻറ്റ്സ് എങ്ങനെയാണ് കിടക്കുന്നത് അതിനെ നോക്കിയിട്ടാണ് നമ്മൾ എത്തരത്തിലുള്ള കോറിലേഷനാണുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പോയിൻറ്റുകൾ നമ്മളിപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് ഒരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് പോസിറ്റീവ് കോറിലേഷൻ. പോയിൻറ്റുകളെല്ലാം ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ വി സേ ദാറ്റ് ദ കോറിലേഷൻ വിൽ ബി നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ആൻഡ് ഇപ്പോൾ പോയിൻറ്റുകളെല്ലാം അപ്വേർഡായിട്ട് എല്ലാം ഒരു സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ ദ കോറിലേഷൻ ഇസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അതേപോലെ ഒരു സ്ട്രേറ്റ് ലൈനിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ ദ കോറിലേഷൻ വിൽ ബി പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ആൻഡ് പോയിൻറ്റുകളൊന്നും ഒരു ട്രെൻഡൊന്നും കാണിക്കാതെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ലിമിറ്റ്സ് ഓഫ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്? അപ്പോൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ ലിമിറ്റ് -1 to +1 ആണ്. അതിൻ്റെ വാല്യൂ -1-ൻ്റെയും +1-ൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. തേർഡ് ക്വസ്റ്റ്യൻ, if the correlation coefficient between x and y is 0.80, the standard deviation of x and y are 3 and 5 respectively, find the covariance between x and y. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 6 തന്നിട്ടുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് R is equal to 0.80 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ്. അപ്പോൾ നമുക്ക് അവരെ സിഗ്മ എക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 5 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊവേരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഫോർമുല ഇൻ ടേംസ് ഓഫ് കൊവേരിയൻസ് എഴുതി നോക്കാം. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് R can be written as covariance of xy divided by root of variance of x into root of variance of y. ഇങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ്റെ ഫോർമുല പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് R is equal to covariance of xy divided by root of variance of x എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x ആണ്. റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്താണെന്ന് പറയാം. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ R ഇൻറ്റു സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 0.80, സിഗ്മ എക്സിൻ്റെ വാല്യൂ 30 എന്നാണ്, ആൻഡ് സിഗ്മ വൈൻ്റെ വാല്യൂ 5 എന്നുമാണ്. അപ്പോൾ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12. അപ്പോൾ കൊവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഇസ് 12. അടുത്ത ക്വസ്റ്റ്യൻ, ദ 2 ലൈൻസ് ഓഫ് റിഗ്രഷൻ ആർ x plus 2y minus 5 is equal to 0 and 2x plus 3y is equal to 8. Find the correlation coefficient between x and y. ഇപ്പോൾ 2 റിഗ്രഷൻ ലൈനുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 5 ഇസ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് 2y മൈനസ് 5 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു റിഗ്രഷൻ ലൈനിൻ്റെ ഇക്വേഷനും 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 8 എന്ന് പറയുന്ന ഒരു റിഗ്രഷൻ ലൈനിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സ് എന്നും ഏതാണ് എക്സ് ഓൺ വൈ എന്നും അറിയില്ല.
അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ലൈനിനെ വൈ ഓൺ എക്സ് ആയിട്ടും മറ്റൊന്നിനെ എക്സ് ഓൺ വൈ എടുത്തിട്ടുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ബി വൈ എക്സും ബി എക്സ് വൈയും കണ്ടുപിടിക്കും. എന്നിട്ട് അവരുടെ പ്രോഡക്റ്റ് ഒന്നിനെക്കാട്ടും ലെസ് ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മളെടുത്ത അസംഷൻ ശരിയാണെന്ന്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് എടുക്കേണ്ടി വരും. നമ്മൾ വൈ ഓൺ എക്സ് എന്ന് വിചാരിച്ചതിനെ എക്സ് ഓൺ വൈ എന്നും എക്സ് ഓൺ വൈ എന്നെടുത്തതിനെ വൈ ഓൺ എക്സ് എന്നും മാറ്റി എഴുതിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ അസ്യൂം ചെയ്യാൻ പോകുന്നത്, ഈ ആദ്യം തന്നിരിക്കുന്നത് വൈ ഓൺ എക്സ് ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്ന റിഗ്രഷൻ ലൈനിൻ്റെ ഇക്വേഷനെ ഞാൻ ഇതിനെ വൈ ഓൺ എക്സ് എന്നും, അപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ടാമത് തന്നതാണ് എക്സ് ഓൺ വൈ എന്നാണ് ഞാൻ ഒരു അസ്യൂം ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈ ഓൺ എക്സ് എന്ന് വിചാരിക്കുന്ന ലൈനിനെ ഞാൻ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പം ഞാൻ മാറ്റി എഴുതുന്നത് 2y, വൈൻ്റെ ടേം മാത്രമേ ഞാൻ ഇവിടെ വയ്ക്കുന്നു, ബാക്കി എല്ലാ ടേംസിനെയും അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പം എക്സ് അങ്ങോട്ട് പോകുമ്പോൾ -x +5 അങ്ങോട്ട് പോകുമ്പം -5 അങ്ങോട്ട് പോകുമ്പോൾ +5y, ഓർ y is equal to -1/2x +5/2 എന്ന രീതിയിൽ എഴുതാം. ഇങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. അതായത് വൈ ഓൺ എക്സ് എന്ന് ഞാൻ കരുതുന്ന ലൈനിനെ y is equal to in terms of a constant into x plus a constant, ഈ രൂപത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ, എക്സിൻ്റെ ഒപ്പം വരുന്ന ആ കോയഫിഷ്യൻ്റ് ആണ് ഞാൻ ആരായിട്ട് എടുക്കുന്നത്, ബി വൈ എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് -1/2 എന്നാണ്. സിമിലർലി എക്സ് ഓൺ വൈ എന്ന് ഞാൻ എടുക്കുന്ന ലൈനിനെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ആദ്യം ഞാൻ എക്സിൻ്റെ ടേം മാത്രം ഇവിടെ വയ്ക്കുന്നു. 2x ഇസ് ഈക്വൽ ടു -3y +8 എന്ന രൂപത്തിൽ എഴുതുന്നു. ഇനി 2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -3/2y +8/2 എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ന രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ വൈൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആളെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ബി എക്സ് വൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയത് ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു -3/2 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസും കിട്ടിയിരിക്കുന്നത് ഇത് വൈ ഓൺ എക്സ് ആണെന്നും ഈ ലൈന് എക്സ് ഓൺ വൈ ആണെന്നുള്ള എസംഷൻ്റെ ബേസിസിലാണ്. അങ്ങനെ എനിക്കൊരു ബി വൈ എക്സും കിട്ടിയിട്ടുണ്ട്, ബി എക്സ് വൈയും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം നോക്കണം, രണ്ടുപേരുടെയും സൈന് സെയിം ആയിരിക്കും, രണ്ടും നെഗറ്റീവ് സൈനാണ്. ഇനി നമ്മൾ അസംഷൻ കറക്റ്റ് ആണോ എന്നറിയാൻ കൂടി നമ്മൾ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്ന് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് -1/2 ഇൻറ്റു -3/2 എന്നാണ്. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 3/4 അല്ലേ. 3/4 എന്ന് പറഞ്ഞാൽ 0.75. അപ്പോൾ നമുക്കിത് ഒന്നിനെക്കാട്ടും ചെറിയൊരു സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്. ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ <1 കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം നമ്മളുടെ അസംഷൻ കറക്റ്റായിരുന്നു. ഞാൻ എടുത്തിരിക്കുന്ന ബി വൈ എക്സും ബി എക്സ് വൈയും കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് r² എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അതായത് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ തന്നെയാണ്. അപ്പോൾ r². അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.75 എന്നാണ്. ദാറ്റ് മീൻസ് r is equal to square root of 0.75 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 0.75 എന്ന് പറഞ്ഞാൽ 0.866 എന്ന് കിട്ടും. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ഐദർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ അറിയുന്നത് ബി വൈ എക്സും ബി എക്സ് വൈയും നെഗറ്റീവ് ആയതുകൊണ്ട് ആറിൻ്റെ സൈനും എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. അതായത് നെഗറ്റീവ് ആവാൻ കാരണം കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനും റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾക്കും എപ്പോഴും ഒരേ സൈനായിരിക്കും. 3 പേരും ഒന്നില്ലെങ്കിൽ 3 പേരും നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ 3 പേരും പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആറിൻ്റെ സൈൻ എന്താണ്, മൈനസാണ്. ഇപ്പം നെഗറ്റീവ് 0.866 എന്ന് പറയുന്നതാണ് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ബി ഓപ്പോസിറ്റ് ഇൻ സൈൻ, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ കണ്ടിരുന്നു ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു r² വിച്ച് ഇസ് ഓൾവേസ് പോസിറ്റീവ് ബീങ് എ സ്ക്വയർ അല്ലേ. നമ്മൾ കണ്ടതാണ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്ന് പറയുന്നത് r² ആണ്, ഒരു സ്ക്വയേർഡ് ക്വാണ്ടിറ്റിയാണ്. അതെപ്പോഴും എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് തന്നെയായിരിക്കും.
അതുകൊണ്ട് തന്നെ byx and bxy should either be both positive or both negative. That is, they cannot be of opposite sign. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് R1.23 in terms of simple correlation coefficient. അപ്പോൾ R1.23യുടെ ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് R12 സ്ക്വയർ പ്ലസ് R13 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു R12 ഇൻറ്റു R13 ഇൻറ്റു R23 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് R23 സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സാമ്പിൾ സ്പേസ്. If a coin is tossed twice, write down the sample space of the experiment. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് നോക്കാം. സാമ്പിൾ സ്പേസ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇനി നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കോയിൻ ഇസ് ടോസ്ഡ് ട്വൈസ്, 2 പ്രാവശ്യം ടോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു 2 പ്രാവശ്യം ടോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ദ ഔട്ട്കംസ് ക്യാൻ ബി ഐദർ എച്ച് 2 ഹെഡ് കാണിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹെഡ് സെക്കൻഡ് ടെയിൽ കാണിക്കാം, ഫസ്റ്റ് ടെയിൽ സെക്കൻഡ് ഹെഡ് ആവാം, ആൻഡ് 2 ടെയിൽ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ സാമ്പിൾ സ്പേസ് സെറ്റ് എച്ച് എച്ച് ടി ടി എച്ച് ആൻഡ് ടി ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. Consider n repetitions of a random experiment and let an event A occurs in f out of n repetitions. Then f is called the frequency of the event A and f by n is called the relative frequency or frequency ratio of the event A. Then by frequency definition of probability, probability of A is equal to f by n when n is very large. അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു ഇവൻ്റ് എത്ര പ്രാവശ്യം വന്നു എന്ന് നോക്കി. അപ്പോൾ എഫ് ടൈംസ് ആണ് വന്നതെങ്കിൽ എഫിനെ ആ ഇവൻറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നു, ആൻഡ് എഫ് ബൈ എന്നിനെ റിലേറ്റീവ് ഫ്രീക്വൻസി ഓർ ഫ്രീക്വൻസി റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അതായത് എന്നിൻ്റെ എണ്ണം വളരെയധികം കൂടുമ്പോൾ ദിസ് ഫ്രീക്വൻസി റേഷ്യോ എഫ് ബൈ എൻ ഒരു കോൺസ്റ്റൻ്റ് ആവും. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എ എന്ന് പറയുന്നത്. അടുത്തത്, ഡിഫൈൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ given that the event B has already occurred is called the conditional probability of A given B, and it is denoted by P of A given B, that is equal to probability of A intersection B divided by P of B, provided P of B is not equal to 0. Similarly, the conditional probability of B given A is given by probability of B given A is equal to probability of A intersection B divided by probability of A, provided P of A is not equal to 0. അപ്പം കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഗിവൺ എ കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുന്നത് വേറൊരു ഇവൻറ്റ് ഒക്കർ ചെയ്തു എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണുക, അതിനുള്ള ഫോർമുലയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, if A and B are 2 events such that P of A is equal to 3/4, P of B is equal to 7/8 and P of A intersection B is equal to 21/32, find P of A union B. അപ്പോൾ നമുക്കിവിടെ P of A അറിയാം, P of B അറിയാം, P of A intersection B തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ നമ്മൾ എഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നു. ബൈ എഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതിലേക്ക് വേണ്ട എല്ലാ വാല്യൂസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. പി ഓഫ് എ ഇസ് ഈക്വൽ ടു 3/4 പ്ലസ് പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 7/8 മൈനസ് P of A intersection B is 21 divided by 32. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 32നെ LCM ആയിട്ട് എടുക്കുകയാണെങ്കിൽ
32 ഇൻറ്റു 3/4 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 24 എന്നാണ്. 24 പ്ലസ് 32 ഇൻറ്റു 7/8 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടുന്നു. മൈനസ് 32 ഇൻറ്റു 21/32, അപ്പം ദാറ്റ് ഈസ് 21 ഹോൾ ഡിവൈഡഡ് ബൈ 32 എന്നെടുക്കാം. Therefore the answer is equal to 31/32. ആൻസർ ഈസ് 31 ഡിവൈഡഡ് ബൈ 32 എന്നാണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. അപ്പോൾ ഒരു കോയിനെ 2 പ്രാവശ്യം ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസ് നമുക്ക് ആദ്യം എഴുതാം. സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു HH, HT, TH ആൻഡ് TT. ഇതാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ്. ഇനി നമ്മൾ പ്രോബബിലിറ്റി കാണേണ്ട ഇവൻ്റ് അറ്റ്ലീസ്റ്റ് 1 കിട്ടുക എന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ചുരുങ്ങിയത് ഒരു ഹെഡ് കിട്ടുക എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഹെഡാണ് പറയുന്നത്. അപ്പോൾ ചുരുങ്ങിയത് 1 എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു ഹെഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഹെഡോ ഒന്നിലധികം ഹെഡോ കിട്ടുക. അതായത് ഒരു ഹെഡ് കിട്ടുന്ന കേസുകളും 2 ഹെഡ് കിട്ടുന്ന കേസുകളും നമുക്ക് നോക്കണം. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ഒരു ഹെഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ HT ആവാം, TH ആവാം, ആൻഡ് 2 ഹെഡ് കിട്ടുന്നത് നോക്കാം അല്ലേ, HH. അപ്പോൾ ചുരുങ്ങിയത് ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് കിട്ടുന്ന കേസുകളും 2 ഹെഡ് കിട്ടുന്ന കേസുകളും നമുക്ക് നോക്കണം. അപ്പോൾ ഈ ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഇസ് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. അപ്പോൾ ഈ നമ്മൾ ഇവൻറ്റിന് ഫേവറബിളായിട്ട് ഇവിടെ 3 കേസസ് ആണുള്ളത്. ആൻഡ് ടോട്ടലായിട്ട് നമ്മൾ സാമ്പിൾ സ്പേസ് നോക്കിയപ്പോൾ ടോട്ടലായിട്ട് 4 കേസുകളാണുള്ളത്. സോ ദ റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് 3/4. അടുത്ത ക്വസ്റ്റ്യൻ, the probability mass function of a random variable is given by f of x is equal to cx, x is equal to 1, 2, 3. Find the value of c. അപ്പോൾ നമുക്ക് PMF തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? f of x is equal to c ഇൻറ്റു എക്സ് എന്നാണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് 1, 2 and 3. ഇനി നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്നൊരു പ്രോപ്പർട്ടിയാണ് ടോട്ടൽ PMF is equal to 1. അതായത് എഫ് ഓഫ് എക്സുകളെ PMFകളെ ആഡ് ചെയ്താൽ എക്സ് എടുക്കുന്ന എല്ലാ വാല്യൂസിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 എന്ന വാല്യൂ കിട്ടണം. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ആവുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ് നോക്കാം, c ഇൻറ്റു 1 പ്ലസ് എക്സ് 2 ആവുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് c ഇൻറ്റു 2 പ്ലസ് എക്സ് 3 ആവുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് c ഇൻറ്റു 3. ഇവരെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടണം. അതായത് c പ്ലസ് 2c പ്ലസ് 3c ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 6c ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. ഓർ c ഇസ് ഈക്വൽ ടു 1/6 എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മളുടെ ആൻസർ.